അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളെ, എന്തൊക്കെ വിശേഷങ്ങൾ? നല്ലതായിരിക്കും, നല്ലതാവട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹദീസിലെ 3-ാമത്തെ പാഠമാണ്. ഹദീസിലെ 2-ാമത്തെ പാഠം നമുക്ക് പഠിക്കേണ്ടതില്ല, അത് നമ്മുടെ സിലബസിൽപ്പെട്ടതല്ല. അത് മജ്‌ലിസ് ഒഴിവാക്കിയ ഭാഗമാണ്. 1-ാമത്തെ ലെസന് ശേഷം ഇനി പഠിക്കാനുള്ളത് 3-ാമത്തെ ലെസനാണ്. 3-ാമത്തെ ലെസൺ വിശുദ്ധിയുടെ വഴി എന്നാണ് ആ ലെസൻ്റെ പേര്. ചെറിയൊരു ഹദീസാണ്. ആ ഹദീസ് എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യണം. ഹദീസിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് പഠിക്കണം, അതുപോലെ സെൻറ്റൻസുകളുടെ മീനിങ് പഠിക്കണം, ഹദീസിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം അറിയണം, അതിൻ്റെ ആശയം എന്താണെന്നുള്ളതും ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഹദീസ് ഞാൻ പറയാം ആദ്യം. അനിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ذاك طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. ഇനി ഹദീസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹദീസ് റിവായത്ത് ചെയ്ത സ്വഹാബിയെയാണ് പറഞ്ഞത്, ഇല്ല? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. എന്താ റസൂൽ പറഞ്ഞത്? ഇൻവേർട്ടർ കോമ കണ്ടില്ല, അതാണ് ഹദീസ്. ദാക തുഅമൽ ഈമാൻ, ദാക ആസ്വദിച്ചു, തുഅമ് മാധുര്യം എന്നാണ്, ഈമാൻ വിശ്വാസം. ദാക തുഅമൽ ഈമാൻ, ഈമാൻ്റെ മാധുര്യം ആസ്വദിച്ചു. മൻ റളിയ ബില്ലാഹി റബ്ബ, മൻ ഒരുവൻ, റളിയ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു, ബില്ലാഹി റബ്ബ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടവൻ, വബിൽ ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ടവൻ, വബി മുഹമ്മദിർ റസൂല മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് തൃപ്തിപ്പെട്ടവൻ, ഈമാൻ്റെ രുചി ആസ്വദിച്ചു എന്നാണ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ദാക തുഅമൽ ഈമാൻ, ഈമാൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു, ഈമാൻ്റെ മധുരം അനുഭവിച്ചിരിക്കുന്നു. മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെട്ടവൻ. വബി മുഹമ്മദ് റസൂല, മുഹമ്മദ് നബിയെ റസൂലായിട്ട് തൃപ്തിപ്പെട്ടവൻ. ഈ 3 കാര്യങ്ങളുള്ള ആളുകൾക്ക് ഈമാനിൻ്റെ രുചി അനുഭവിച്ചു എന്നാണ്, ഈമാനിൻ്റെ മധുരം അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ഏതൊന്നിനും അതിൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് നമുക്കതിൽ സന്തോഷം ഉണ്ടാവുക. അതിൽ രുചിയൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊട്ടും ഇഷ്ടമുണ്ടാവില്ല. ചില ആളുകളില്ലേ, നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പ്രായമൊക്കെ ആയ ആളുകളെ, അവരുടെ ചില ഗ്രന്ഥികൾക്ക് തകരാറുണ്ടാവും. രുചി അറിയാനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ തകരാറിലായിരിക്കും. അതുകൊണ്ട് എന്ത് ഭക്ഷിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ടേസ്റ്റ് അനുഭവിക്കുകയില്ല. ടേസ്റ്റ് അനുഭവിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് നമ്മൾ എത്ര ടേസ്റ്റി ഫുഡ്സ് കൊടുക്കുകയാണെങ്കിലും ഇഷ്ടമുണ്ടാവില്ല. കാരണം അതിൻ്റെ രുചി അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതേസമയം രുചി അനുഭവിക്കാൻ പറ്റുന്നവരാണെങ്കിലോ, രുചികരമായ ഭക്ഷണം അത് താല്പര്യത്തോടു കൂടി, വളരെ ഇഷ്ടത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി ഭക്ഷിക്കും. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ടാവും, വളരെ രുചിയേറിയ വസ്തുക്കളുണ്ടാവും. അത് നിങ്ങൾ വാങ്ങും. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ താല്പര്യത്തോടു കൂടി നിങ്ങളതിനെ കുടിക്കും, അല്ലെങ്കിൽ തിന്നും. അതേപോലെ തന്നെയാണ് ഫുട്ബോൾ, ക്രിക്കറ്റ് പോലുള്ള കളികളൊക്കെ. അതിനൊക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായിരിക്കും. അവരങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾ, അതുപോലെ തന്നെ ലീഗുകൾ,
ഇല്ലേ? ഇതൊക്കെ അവർ കാണുകയും ആസ്വദിക്കുകയും ചെയ്യും. അതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണെങ്കിലോ, ഫുട്ബോളിനോട് താല്പര്യമുള്ള ആളാണെങ്കിൽ ഫുട്ബോൾ മാച്ച് താല്പര്യപൂർവ്വം വീക്ഷിക്കും. ചില ആളുകളിൽ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ ഉറക്കൊഴിച്ചിട്ട് കളി കാണാറുണ്ട്. ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ആളുകളും എന്താണ് 2020 ഒക്കെ കുറച്ച് സമയം കണ്ടെത്തിയ കൊണ്ട് തന്നെ അത് സന്തോഷത്തോടു കൂടി ആസ്വദിക്കാറുണ്ട്. അതിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്കോ അവർ വിചാരിക്കും ഇവരൊക്കെ എന്താ പിരാന്തന്മാർ, പൊട്ടന്മാർ, എന്തിനാ വെറുതെ സമയം വേസ്റ്റാക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കും. ഏതൊരു വസ്തുവിനും അതിൻ്റെ രുചി അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് തൃപ്തികരമായി തീരുക. നമുക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ഒന്നാവണം വിശ്വാസം. വിശ്വാസത്തിൻ്റെ മധുരം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തിൻ്റെ മധുരം അനുഭവിക്കാൻ എന്ത് വേണമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്? 3 കാര്യങ്ങൾ വേണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതിനാദ്യത്തെ കാര്യം എന്താ പറയുന്നത്? മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണമെന്നാണ്. അള്ളാനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, പ്രപഞ്ചം പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്, ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് അംഗീകരിക്കൽ മാത്രമല്ല, ഇതൊക്കെ ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം അള്ളാനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പിന്നെ എപ്പോഴാണ് അള്ളാനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക? ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണം. ആരും സഹായിക്കാൻ എനിക്കില്ലെങ്കിലും എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബ് ഉണ്ട്, എന്നെ സംരക്ഷിക്കാൻ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അള്ളാൻ്റെ ഇഷ്ടമെന്ത് അനിഷ്ടമെന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ പറയൂ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ പ്രവർത്തിക്കൂ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ ചിന്തിക്കുകയുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹ്ക്ക് ഉറപ്പുള്ള ഒന്നും ഞാൻ ഇഷ്ടപ്പെടുകയില്ല, ഞാൻ ചെയ്യുകയില്ല. അതെത്ര വലിയ കാര്യമാണെങ്കിലും അതൊന്നും എനിക്കിഷ്ടമുണ്ടാവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ എനിക്കിഷ്ടമുണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹുവെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടവൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട്, അള്ളാൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊന്നും പാലിക്കൂല, അള്ളാൻ്റെ കൽപ്പനകളൊന്നും പാലിക്കൂല. അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ സത്യം പറയണമെന്ന് പറഞ്ഞു, വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, മാതാപിതാക്കളെ അനുസരിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, നല്ലത് ചെയ്യണം, നല്ല കാര്യങ്ങൾ പറയണം, മോശമായതൊന്നും ചെയ്യരുതെന്നൊക്കെ അള്ളാഹ് പറഞ്ഞു. ഈ കൽപ്പനകളെല്ലാം നമ്മൾ പാലിക്കുമ്പോൾ നാം അള്ളാഹനെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടവരാണ്. ഇതൊന്നും പാലിക്കാൻ നമ്മൾ തയ്യാറല്ല, എന്നിട്ട് നമ്മൾ പറയാം എൻ്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. അപ്പോൾ അള്ളാഹനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ നമ്മൾ ചെയ്യുകയും പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമതെന്താ പറഞ്ഞത്? ഈമാൻ്റെ മധുരം അനുഭവിക്കാനുള്ള രണ്ടാമത്തെ കാര്യം അള്ളാഹു നമുക്ക് നൽകിയ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടകളും പ്രവർത്തന രീതികളുമൊക്കെ വളരെ വിശദമായിട്ട് ഇസ്ലാം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും ഇസ്ലാമിലുണ്ട്. ഇങ്ങനെയുള്ള ജീവിത വ്യവസ്ഥക്കാണ് ദീൻ എന്ന് പറയുക. അപ്പോൾ ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടുക, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കുക. ഏത് കാര്യത്തിലും ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തോ അത് പാലിക്കണം. അത് പാലിക്കുമ്പോൾ നമുക്ക് എന്ത് കഷ്ടമുണ്ടാവുകയാണെങ്കിലും എന്ത് നഷ്ടങ്ങളുണ്ടാവുകയാണെങ്കിലും അതിലൊക്കെ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ഞാൻ ഒരു മുസ്ലിമായി ജീവിക്കുന്നത് കൊണ്ടാണല്ലോ, ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ എനിക്കുണ്ടാവുന്നത്. അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാവണം. അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഈമാൻ്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് നബി പറയുന്നത്. മൂന്നാമത് നബി എന്താ പറഞ്ഞത്? നബിയെ റസൂലായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ റസൂലായിട്ട് തൃപ്തിപ്പെടണം, ഇഷ്ടപ്പെടണം എന്നാണ്. എന്തൊക്കെ പ്രയാസങ്ങളാണ് റസൂൽ സഹിച്ചത്,
ഇസ്ലാമിനെ നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ശകാരങ്ങളും പരിഹാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് നമുക്ക് റസൂൽ ഇസ്ലാമിനെ എത്തിച്ചു തന്നു. നമ്മുടെ മാർഗദർശി ആ നബിയാണ്. ആ മാർഗദർശിയെ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗം പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട നബിയെ ഏറ്റവും അധികം സ്നേഹിക്കണം. ഏറ്റവും നമുക്കിഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമ്മുടെ പ്രിയപ്പെട്ട നബിയാവണം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ റസൂലിനെ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കാരണം എന്താണ്? അള്ളാഹു നമുക്ക് റസൂലായിട്ട് നബിയെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റസൂൽ എന്ത് പറയുകയാണെങ്കിലും, മുഹമ്മദ് നബി എന്ത് പറയുകയാണെങ്കിലും നമ്മളതിനെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യണം. നബിയുടെ ജീവിതത്തെ പൂർണ്ണമായി നമ്മൾ പിൻപറ്റണം, തൃപ്തിയോടുകൂടി പിൻപറ്റണം. ഈ 3 കാര്യങ്ങളുമുള്ളവർക്ക് ഈമാൻ്റെ രുചി അനുഭവിക്കാൻ പറ്റും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. ഈമാൻ്റെ രുചി അനുഭവിക്കാനുള്ള 3 കാര്യങ്ങളാണ്. 1, അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക. 2, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെടുക. 3, മുഹമ്മദ് നബിയെ റസൂലായിട്ട് തൃപ്തിപ്പെടുക. അതിൻ്റെ ചെറിയ ഒരു വിവരണമാണ് നൽകിയത്. അപ്പോൾ ഈ ക്ലാസ് നല്ലപോലെ കേൾക്കുക, പുസ്തകം നല്ലപോലെ വായിക്കുകയും ചെയ്യുക. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും.